റെഡ്മി നോട്ട് 8 ഒരു കോമ്പറ്റീഷൻ ആവാൻ വേണ്ടിയാണ് വിവോ അവരുടെ U20 എന്ന സ്മാർട്ട് ഫോൺ ഇന്ത്യയിൽ അവതരിപ്പിച്ചത്. ഒട്ടുമിക്ക സാഹചര്യങ്ങളിലും റെഡ്മി നോട്ട് 8 ഇതൊരു കോമ്പറ്റീഷൻ അല്ലെങ്കിലും ഗെയിമിങ്ങിൻ്റെ കാര്യത്തിൽ തീർച്ചയായിട്ടും ഇതൊരു കോമ്പറ്റീഷനാണ്. കൂടുതൽ വിവരങ്ങൾ ഈ വീഡിയോയിൽ അറിയാം. ഇത് നിങ്ങളുടെ സുഹൃത്ത് ഹാരസ്. നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ആർക്സ് എഡ്യൂ. ഞാനിപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു 4GB റാം വേരിയൻ്റ് ആയിട്ടുള്ള വിവോ U20 ആണ്. 4GB 64GB 11,000 രൂപയ്ക്കാണ് ഞാൻ മേടിച്ചത്. അപ്പം ആമസോണിൽ ഇപ്പോഴും ഈ ഡിവൈസ് അവൈലബിൾ ആണ്. നിങ്ങൾക്കിപ്പോൾ കാണാൻ കഴിയും 4GB റാം വേരിയൻ്റ് എത്ര പെട്ടെന്ന് ആ ഗെയിം ലോഡ് ചെയ്തെന്ന്. വളരെ റീസണബിൾ ആയിട്ടുള്ളൊരു സമയത്തിനുള്ളിൽ ഗെയിം ലോഡായി. ഒരു 40 സെക്കൻഡ്സ് എടുത്തു ഗെയിം ഒന്ന് ലോഡ് ചെയ്തെടുക്കാനായിട്ട്. സോ അതിനുള്ളിൽ ഗെയിം അപ്പ് ആൻഡ് റണ്ണിങ് ആയി. ഇനി നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ ഗെയിം കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ സംസാരിക്കാം. നിങ്ങൾ ഗ്രാഫിക്സ് ലെവലും പ്രത്യേകം ശ്രദ്ധിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആദ്യമേ ഇൻട്രോയിൽ ഒരു കാര്യം മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ, അതായത് റെഡ്മി നോട്ട് 8 ഇതൊരു കോമ്പറ്റീഷനാണ്. പക്ഷേ ഈ ഡിവൈസിനുള്ള കോമ്പറ്റീഷൻ ഓൾറെഡി ഇന്ത്യൻ മാർക്കറ്റിലുണ്ടായിരുന്നു. 10,000 രൂപയ്ക്ക് നിങ്ങളൊരു നല്ല ഗെയിമിംഗ് സ്മാർട്ട് ഫോൺ നോക്കുകയാണെങ്കിൽ ഓൾറെഡി റിയൽമി 3 Pro, മോട്ടോ 1 ആക്ഷൻ മുതലായ ഡിവൈസുകളെല്ലാം ഉണ്ട്. ഈ ഡിവൈസുകളുടെ എല്ലാം ഗെയിമിംഗ് റിവ്യൂ നമ്മൾ ചെയ്തതാണ്. ഇതിനകത്ത് ഞാൻ പ്രിഫർ ചെയ്യുന്നത് റിയൽമി 3 Pro തന്നെയായിരിക്കും. കാരണം എത്രയൊക്കെ പറഞ്ഞാലും സിംഹം തന്നെയല്ലേ. 710 എന്ന് പറഞ്ഞ സ്നാപ്ഡ്രാഗൺ ചിപ്സെറ്റ് നന്നായിട്ട് ഇപ്പോൾ പോലും ഗെയിമുകളെല്ലാം ഹാൻഡിൽ ചെയ്യുന്നുണ്ട്. വിവോ U20 സ്നാപ്ഡ്രാഗൺ 675 എന്ന് പറയുന്ന ഒരു ചിപ്സെറ്റാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇതേ ചിപ്പ് തന്നെയാണ് റെഡ്മി നോട്ട് 7 Proയിൽ നമ്മൾ കണ്ടത്. ഒരു വർഷം മുമ്പത്തെ റെഡ്മിയുടെ മിഡ് റേഞ്ച് കിങ് ആയിരുന്ന ആ ഡിവൈസിൽ ഉപയോഗിച്ച അതേ ചിപ്പാണ് വിവോ U20 ഉപയോഗിച്ചിരിക്കുന്നത്. റെഡ്മി നോട്ട് 8 അപേക്ഷിച്ച് എന്തുകൊണ്ടാണ് വിവോ U20 ഞാൻ ഗെയിമിങ്ങിന് റെക്കമെൻഡ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്നാപ്ഡ്രാഗൺ 665 എന്തുകൊണ്ടും ഗെയിമിങ്ങിന് നല്ലത് സ്നാപ്ഡ്രാഗൺ 675 ആണ്. ഗെയിം ലോഡ് ചെയ്തപ്പോഴേക്കും നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും, ഈ ഡിവൈസിൻ്റെ ഡീഫോൾട്ട് ഗ്രാഫിക്സ് ലെവൽസ് എല്ലാം ഹൈയിൽ തന്നെയാണ് ഇരിക്കുന്നത്. എന്നാൽ റെഡ്മി നോട്ട് 8 അങ്ങനെയല്ലായിരുന്നു. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ കഴിയുന്ന പോലെ തന്നെ എല്ലാം ഹൈയിലും അതുപോലെ മൂവി മോഡിലും നല്ല സൂപ്പറായിട്ട് ഈ ഗെയിം പ്ലേ പോയി. ഇത് റെഡ്മി നോട്ട് 8 നമുക്ക് ലഭിക്കില്ല. ഇതുവരെ നിങ്ങൾ ഈ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ കണ്ടൻറ് സ്റ്റൈൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകും. അതുകൊണ്ട് ദയവ് ചെയ്ത് ആ സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യാനായിട്ട് നിങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നു. ബാക്ക് ടു കണ്ടൻറ്. റെഡ്മി നോട്ട് 8 ഉള്ള പ്രശ്നം എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡീഫോൾട്ടായിട്ട് ലോ ഗ്രാഫിക്സിൽ ലോഡാവുകയും വളരെ പുവർ ഗെയിമിംഗ് പെർഫോമൻസ് കാഴ്ചവെക്കുകയും ചെയ്തതായിരുന്നു. എനിക്ക് മാത്രമല്ല മറ്റനേകം യൂട്യൂബ് റിവ്യൂവേഴ്സിനും ഇതുപോലൊരു റിസൾട്ട് ലഭിച്ചു. അത്ര സാറ്റിസ്ഫൈഡ് എന്ന് പറയാത്ത രീതിയിലുള്ള ഒരു പെർഫോമൻസ് ആയിരുന്നു അത്. വിവോ U20 ഉപയോഗിച്ചിരിക്കുന്ന സ്നാപ്ഡ്രാഗൺ 675 അഡ്രീനോ 612 എന്ന GPUവിൻ്റെ പെർഫോമൻസ് നിങ്ങൾക്കിപ്പോൾ സ്ക്രീനിൽ കാണാവുന്നേ ഉള്ളൂ. ഇപ്പോൾ കണ്ടോ, ആ ചെറിയ മരങ്ങൾ, ആ ചെറിയ ഒബ്ജക്റ്റുകളെല്ലാം വളരെ നേരത്തെ തന്നെ അവിടെ ലോഡായി റെഡി ആയിട്ടിരിപ്പുണ്ടായിരുന്നു. ഇത് നമ്മൾ 665 നോക്കുകയാണെങ്കിൽ അത്ര നല്ലൊരു പെർഫോമൻസ് ലഭിക്കില്ല. അതുപോലെ തന്നെ ക്വാളിറ്റി, ഇപ്പോൾ ക്ലൗഡ്സിൻ്റെ ഡെഫിനീഷൻ, അതുപോലെ തന്നെ ബാക്ക്ഗ്രൗണ്ടിലുള്ള സ്കൈയുടെ കളർ, ഏറ്റവും പ്രധാനമായിട്ട് ലൈറ്റ്സ് ആൻഡ് റിഫ്ലക്ഷൻസ്, ഇതെല്ലാം സ്നാപ്ഡ്രാഗൺ 675 നല്ല സുഖമായിട്ട് ഹാൻഡിൽ ചെയ്യുന്നുണ്ട്. ബെഞ്ച് മാർക്ക് വൈസ് പറയുകയാണെങ്കിൽ സ്നാപ്ഡ്രാഗൺ 710 ബെറ്ററാണ് സ്നാപ്ഡ്രാഗൺ 675. പക്ഷേ ചില പ്രാക്ടിക്കൽ ലെവൽ യൂസേജുകളിൽ സ്നാപ്ഡ്രാഗൺ 710 അതിൻ്റെ അപ്ഗ്രേഡായ സ്നാപ്ഡ്രാഗൺ 712 അല്പം കൂടെ നല്ലൊരു തെർമൽ പെർഫോമൻസും അതുപോലെ തന്നെ നല്ല ഒരു ഓവറോൾ ക്വാളിറ്റിയും നൽകുന്നത് പോലെ നമുക്ക് ശ്രദ്ധിച്ചിട്ടുണ്ട്. മറ്റു ചില എലമെൻറ്റുകളിലും സ്നാപ്ഡ്രാഗൺ 710 വിജയിക്കുക തന്നെ ചെയ്യും. അതിൻ്റെ ഒരു ഉദാഹരണമാണ് ഉപയോഗിച്ചിരിക്കുന്ന ക്ലോക്കുകളുടെ സ്പീഡ്, അതുപോലെ തന്നെ സെമി കണ്ടക്ടറിൻ്റെ മാനുഫാക്ചറിങ് പ്രോസസ്സ്. അതൊരു 10 നാനോമീറ്റർ മാനുഫാക്ചറിങ് പ്രോസസ്സിൽ നിർമ്മിച്ച ഒരു ചിപ്പാണ്. സോ ഓവറോൾ ഇങ്ങനെ കുറേ വ്യത്യാസങ്ങളുണ്ട്. റിയൽമി 3 Proയുടെ ഗെയിമിംഗ് റിവ്യൂ നമ്മൾ ചെയ്തതാണ്. അതിനുള്ള ലിങ്ക് ഞാനിപ്പോൾ കാർട്ടിലും അതുപോലെ തന്നെ താഴെ കമൻറ്റ് ബോക്സിലും കൊടുത്തേക്കാം. നിങ്ങളതൊന്ന് ചെക്കൗട്ട് ചെയ്യാം. അപ്പോൾ ഇത് തമ്മിലായിരിക്കും മിക്കവാറും കോമ്പറ്റീഷൻ. റെഡ്മി നോട്ട് 8 തീർച്ചയായിട്ടും ഈ ഒരു സീനിലേ ഇല്ല, കാരണം അതിൻ്റെ ലെവൽ വേറെയാണ്. റിയൽമി 5S റെഡ്മി നോട്ട് 8 തമ്മിൽ ഗെയിമിങ്ങിന് ഞാൻ കമ്പയർ ചെയ്യും. എന്നാൽ റെഡ്മി നോട്ട് 8 വിവോ U20 ഞാൻ ഗെയിമിങ്ങിന് കമ്പയർ ചെയ്യില്ല. അതിൻ്റെ കാരണം രണ്ട് ഡിവൈസുകളും രണ്ട് ക്ലാസ്സിലെന്ന പോലെ ഗെയിമിങ്ങിൽ പെർഫോം ചെയ്യുന്ന ഡിവൈസുകളാണ്. വല്ലാത്ത ഡിഫറൻസാണ് ഗെയിമിങ്ങിൽ. നിങ്ങൾ ഫ്രം ദ സ്റ്റാർട്ട് നിങ്ങൾക്ക് തന്നെ വ്യക്തമാകും നിങ്ങൾ ഈ ഡിവൈസുകൾ ഉപയോഗിക്കുകയാണെങ്കിൽ. റെഡ്മി നോട്ട് 8 ഗെയിമിംഗ് റിവ്യൂ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് കാണാനുള്ള ലിങ്ക് മുകളിൽ ഇപ്പോൾ കാർട്ടിൽ വന്നിട്ടുണ്ടാവും. അതുപോലെ താഴെ കമൻറ്റ് ബോക്സിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്. ഈ ഗെയിമിംഗ് റിവ്യൂവിൽ ഞാൻ മെൻഷൻ ചെയ്ത എല്ലാ ഗെയിമിംഗ് റിവ്യൂസും ഞാൻ താഴെ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെച്ചേക്കാം. നിങ്ങൾ ദയവ് ചെയ്ത് അതും കൂടെ കാണാൻ കഴിയുകയാണെങ്കിൽ കാണുക. ഗെയിമിംഗ് ആണ് നിങ്ങളുടെ പ്രയോറിറ്റി എങ്കിൽ, ഒരു ഫോൺ എടുക്കുന്നതിന് മുമ്പ് ഗെയിമിംഗ് ആണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും ആ വീഡിയോകളെല്ലാം കാണുക. കാരണം നിങ്ങൾക്ക് അറിയേണ്ട എല്ലാ കാര്യങ്ങളും തന്നെ അതിനകത്ത് ഞാൻ മെൻഷൻ ചെയ്തിട്ടുണ്ട്.
വീഡിയോയുടെ ഈ അവസാന ഭാഗത്തിൽ നമുക്ക് 2 ടെസ്റ്റുകളും കൂടെ ചെയ്യാനുണ്ട്. ഒരു CTSA ടെസ്റ്റും അതുപോലെ തന്നെ ഒരു ക്വിക്ക് മൂവ്മെൻറ്റ് ടെസ്റ്റും. ക്വിക്ക് മൂവ്മെൻറ്റ് ടെസ്റ്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും ഒരു ഒബ്ജക്റ്റിനെ വളരെ സ്പീഡായിട്ട് മൂവ് ചെയ്യും. പൊതുവേ നമ്മൾ വെഹിക്കിൾസാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഒത്തിരി ഗ്രാഫിക്സ് പെട്ടെന്ന് റെൻഡർ ചെയ്യേണ്ടി വരും. അത് GPUവിനൊരു ടെസ്റ്റ് തന്നെയാണ്. അതുപോലെ തന്നെ കണ്ടിന്യൂസ് ആയിട്ട് ഒരു ആക്ഷൻ തന്നെ നമ്മൾ റിപ്പീറ്റ് ചെയ്യും. അതിപ്പോൾ തന്നെ നിങ്ങളെ കാണിക്കാം. അപ്പോൾ പൊതുവേ ഗെയിമിംഗ് പെർഫോമൻസ് കുറഞ്ഞ ഡിവൈസുകളിലൊക്കെ അതൊരു ലാഗിലോട്ടാണ് എത്തിച്ചേരുക. ഇപ്പോൾ നമ്മളതാണ് ചെയ്യാൻ പോകുന്നത്. ഒരേ ടാസ്ക് തന്നെ നമ്മൾ റിപ്പീറ്റ് ചെയ്യും പലതവണ. അപ്പോൾ ഒരു പാടുമില്ലാത്ത ഈ ഡിവൈസ് അത് കവർ ചെയ്തു. സോ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്തൊരു റിസൾട്ട് തന്നെയായിരുന്നു. ക്വിക്ക് മൂവ്മെൻറ്റ് ടെസ്റ്റും വളരെ നന്നായിട്ട് ഈ ഡിവൈസ് ഹാൻഡിൽ ചെയ്തു. ആ വണ്ടിയുടെ ഷാഡോസിലോട്ടൊക്കെ നോക്കുകയാണെങ്കിൽ വളരെ ജെനുവിനാണ്. അതുപോലെ പെട്ടെന്ന് എൻവിയോൺമെൻറ്റിൽ ഒരു ചേഞ്ച് ഉണ്ടായപ്പോഴും നല്ല രീതിയിലുള്ളൊരു ഗ്രാഫിക് ഔട്ട്പുട്ട് നൽകുന്നുണ്ട്. ഒരിക്കലും ഒരു ലാഗോ സ്റ്റട്ടറോ ഒന്നും നമ്മൾ ഒരിടത്തും നേരിട്ടില്ല. എല്ലാ ഒബ്ജക്റ്റുകളും വളരെ പെട്ടെന്ന് തന്നെ ഈ ഡിവൈസ് ലോഡാക്കി എടുക്കുന്നുണ്ട്. നല്ല റിസൾട്ട് തന്നെ നമുക്ക് ലഭിക്കുന്നുണ്ട്. സോ അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ എനിക്ക് പറയാനുള്ളത് ഇതാണ്. നിങ്ങൾക്ക് ഗെയിമിംഗ് ആണ് പ്രയോറിറ്റി എങ്കിൽ Redmi Note 8-നേക്കാളും ഈ ഡിവൈസ് ഞാൻ റെക്കമെൻഡ് ചെയ്യും. തെർമൽ പെർഫോമൻസും ഇമ്പോർട്ടൻ്റ് ആണെങ്കിൽ Realme 3 Proയേക്കാളും ഈ ഡിവൈസ് നന്നായിരിക്കും. പക്ഷേ ഗ്രാഫിക് ക്വാളിറ്റി Realme 3 Proയ്ക്കായിരിക്കും അല്പം കൂടെ നല്ലത്. സോ ഇത്രയൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഇത് ലൈക്ക് ചെയ്യുക. ഈ ചാനൽ തീർച്ചയായിട്ടും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലുള്ള ധാരാളം വീഡിയോകളും നമ്മുടെ ചാനലിൽ കാണാൻ കഴിയും. ഈ വീഡിയോ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക. എന്തെങ്കിലും ചോദ്യങ്ങളുണ്ടോ ദയവ് ചെയ്ത് അത് കമൻ്റായിട്ട് മെൻഷൻ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയാനും ഞങ്ങൾക്ക് ഒത്തിരി സന്തോഷമുണ്ട്. ഇത് നിങ്ങളുടെ സ്വന്തം ചങ്ങായി ഹാരിസ് സൈനിങ് ഓഫ് ഫോർ നൗ.